എ ഷോപ്പ് ഫോർ കില്ലർ സീസൺ 2 ഏഴാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ജിൻവു ഉണരുന്നതോടെയാണ്. കണ്ണു തുറന്ന ഉടൻ തന്നെ അവൻ കാണുന്നത് ആ സ്ഥലം മുഴുവൻ ക്യൂവും അവളുടെ ആളുകളും വളഞ്ഞിരിക്കുകയാണ്. അവരെ തടയാൻ അവൻ സ്ഫോടക വസ്തുക്കൾ പ്രവർത്തിപ്പിക്കാൻ പോകുന്ന സമയത്താണ് ക്യൂവിന്റെ ആളുകളിൽ ഒരാൾ പിന്നിൽ നിന്ന് കുത്തുന്നത്. ആ ആക്രമണത്തിൽ ജിൻവു കൊല്ലപ്പെടുന്നു. അതേസമയം മാളിനുള്ളിൽ പാസിന് ഒരു ഫോൺ കോൾ ലഭിക്കുന്നു. വിളിക്കുന്നത് ജിൻമാനാണ്. ടീയെ താൻ രക്ഷിച്ചുവെന്ന് ജിൻമാൻ അറിയിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവൻ സ്വയം ടീയുടെ തട്ടിക്കൊണ്ടുപോകുന്ന ആളായി അഭിനയിക്കുകയാണെന്നും പാസിനോട് ജിയാനെ രക്ഷിക്കാനാണ് ആവശ്യപ്പെടുന്നതെന്നും പറയുന്നു. ഇതു കേട്ട പാസിൻ ജിയാനെയും ബ്രദറിനെയും കെട്ടിയിട്ടിരുന്ന ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾക്ക് മാപ്പു പറയുന്നു. ഉടൻ തന്നെ അവർ മൂന്നുപേരും ഓടിത്തുടങ്ങുകയാണ്. അതേസമയം ക്യൂവും അവളുടെ സംഘവും അവരെ പിന്തുടർന്ന് അവിടെ എത്തുന്നു. ഇരുവശത്തു നിന്നും വെടിവെപ്പ് ആരംഭിക്കുന്നു. വെടിയുതിർക്കുന്നതിനിടെ ജിൻമാൻ ഒരുക്കിയിരുന്ന രഹസ്യ എമർജൻസി എക്സിറ്റിലേക്ക് അവർ എത്തുന്നു. എന്നാൽ പാസിൻ പുറത്തു തന്നെ നിൽക്കുകയും ജിയാനും ബ്രദറും അകത്ത് കടന്ന ഉടൻ തന്നെ വാതിൽ അടയ്ക്കുകയും ചെയ്യുന്നു. ജിയാൻ വീണ്ടും വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് അകത്തു നിന്ന് തുറക്കാൻ കഴിയാത്ത രീതിയിലാണ് നിർമ്മിച്ചിരുന്നത്. അതിനാൽ അവൾക്ക് മുന്നോട്ടു പോകാതെ വേറെ വഴിയില്ല. ഇതിനിടെ ക്യൂ ആ രഹസ്യപാതയിലേക്ക് കടക്കുന്നു. പുറത്തുവെച്ച് പാസിൻ എല്ലിനോട് ഏറ്റുമുട്ടുകയാണ്. കടുത്ത പോരാട്ടത്തിനൊടുവിൽ പാസിൻ എല്ലിനെ വധിക്കുന്നു. പക്ഷേ അതിനിടെ തന്നെ അവനും നിരവധി വെടിയേറ്റിട്ടുണ്ട്. ഒടുവിൽ നിലത്ത് വീഴുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡിന്റെ പിൻ അഴിച്ചുവിടുന്നു. അതിന്റെ സ്ഫോടനത്തിൽ ക്യൂവിന്റെ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയാണ്. രഹസ്യപാതയ്ക്കുള്ളിൽ ക്യൂ ബ്രദറിന് നേരെ വെടിയുതിർക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ബ്രദർ വീഴുന്നു. എന്നാൽ മരിക്കുന്നതിനു മുൻപ് അവൻ ജിയാനെ അടുത്ത പാതയിലേക്ക് തള്ളിവിടുകയും ഒരു ബട്ടൺ അമർത്തുകയും ചെയ്യുന്നു. അതോടെ ശക്തമായ ഒരു വാതിൽ ഇരുവരുടെയും ഇടയിൽ അടഞ്ഞു പോകുന്നു. ജിയാൻ ഒരു വശത്തും ബ്രദറും ക്യൂവും മറുവശത്തുമായി വേർപിരിയുന്നു. ക്യൂ വാതിലിനരികിൽ എത്തുമ്പോഴേക്കും ബ്രദർ മരിച്ചിരുന്നു. എന്നാൽ ജിയാൻ അത് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ക്യൂ ബ്രദറിനെ വെടിവെച്ച് കൊല്ലുന്നത് പോലെ തോന്നിക്കാൻ അവന്റെ ശരീരത്തിനടുത്തുള്ള മതിലിലേക്ക് തുടർച്ചയായി വെടിയുതിർക്കുന്നു. പക്ഷേ ആ വാതിൽ ബുള്ളറ്റ് പ്രൂഫ് ആയതിനാൽ അവൾക്ക് ജിയാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. സഹായം കൊണ്ടുവരാൻ ക്യൂ തിരിഞ്ഞു പോകുമ്പോൾ ജിയാൻ അടുത്ത മുറിയിലേക്ക് എത്തുന്നു. അവിടെ മുഴുവൻ സംവിധാനത്തിനും തീ പിടിപ്പിക്കുന്ന ബട്ടണുകൾ അവൾ കണ്ടെത്തുന്നു. ഒരു നിമിഷം പോലും മടിക്കാതെ അവൾ അവ അമർത്തുകയാണ്. ഉടൻ തന്നെ രഹസ്യ സ്ഥലമൊട്ടാകെ തീ പടരുകയും ക്യൂവിന്റെ നിരവധി ആളുകൾ ജീവനോടെ കത്തിമരിക്കുകയും ചെയ്യുന്നു. ആ രഹസ്യപാത ജിയാനെ ഒരു കാട്ടിലേക്ക് എത്തിക്കുന്നു. മരങ്ങളിൽ വെച്ചിരുന്ന അടയാളങ്ങൾ പിന്തുടർന്ന് അവൾ ഒരു പാർക്കിംഗ് ലോട്ടിൽ എത്തുകയാണ്. അവിടെ തുറന്നു കിടക്കുന്ന ഒരു കാറിൽ അവൾ കയറുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം സിയോങ് ബോം അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതിനിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അതിൽ കുസനാഗി സിയോങ് ബോമിനെ കണ്ടുമുട്ടി കോഡ് റെഡ്സിനൊപ്പം കൈകോർക്കാൻ ആവശ്യപ്പെടുന്നു. അതിന് പ്രതിഫലമായി എല്ലാ കോഡ് റെഡ്സുകൾക്കും സൗജന്യമായി ആയുധങ്ങൾ നൽകാമെന്നും കൂടാതെ ജിൻമാനെയോ ജിയാനെയോ പിടികൂടിയാൽ ഒരു സ്യൂട്ട് കേസ് നിറയെ പണവും നൽകാമെന്നും അവൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രസന്റിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സിയോങ് ബോം അവരെ ഒറ്റിക്കൊടുത്തിട്ടില്ലെന്ന് വ്യക്തമായി മനസ്സിലാകുകയാണ്. അതേസമയം നിരവധി കാറുകൾ അവിടെ എത്തുന്നു. അവയിൽ നിന്ന് ജേവോണും ചിയോൾ സ്യൂങ്ങും ഇറങ്ങി വരുന്നുണ്ട്. ജിയാൻ ഓടിച്ചെന്ന് ചിയോൾ സ്യൂങ്ങിനെ കണ്ണീരോടെ ചേർത്ത് പിടിക്കുന്നു. സിയോങ് ബോം പ്രഖ്യാപിക്കുന്നത് കോഡ് റെഡ്സ് ഇനി മുതൽ കോഡ് ഗ്രീൻസിനെ സംരക്ഷിക്കുമെന്നതാണ്. ഫ്ലാഷ് ബാക്ക് വീണ്ടും തുടരുന്നു. കുസനാഗിയുടെ നിർദ്ദേശം കേട്ട സിയോങ് ബോം ജാപ്പനീസ് ആളുകളോടുള്ള അവളുടെ പ്രത്യേക താല്പര്യത്തെക്കുറിച്ച് പരിഹസിക്കുന്നു. അവളെ വെറുപ്പുളവാക്കുന്നവൾ എന്ന് വിളിച്ചുകൊണ്ട് അവളോടൊപ്പം പ്രവർത്തിക്കാൻ താൻ തയ്യാറല്ലെന്ന് തുറന്നു പറയുകയാണ്. അതേസമയം മാർക്കോയും സംഘവും ഭൂഗർഭ പാതയിൽ ജീവനോടെ രക്ഷപ്പെട്ടിരിക്കുന്ന ക്യൂവിനെ കണ്ടെത്തുന്നു. അവൾ അവരുടെ കയ്യിൽ നിന്നൊരു ഗ്രനേഡ് എടുത്ത് പാർക്കിംഗ് ലോട്ടിലേക്കുള്ള വാതിൽ പൊട്ടിച്ചു തുറക്കുകയാണ്. പുറത്തെത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിലെ ഡാഷ് ക്യാം മോഷ്ടിച്ച് പരിശോധിക്കുന്നു. അതിൽ ജേവോണിന്റെ വാനുകൾ ജിയാനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണുകയാണ് അവൾ. ആ വിവരം ക്യൂ ഉടൻ തന്നെ കെയ്ക്ക് അയച്ചു കൊടുക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം കെയും കുസനാഗിയും ചേർന്ന് മുർത്തെ ഹെൽപ്പിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുകയാണ്. ജേവോണിന്റെ കാറിൽ ഉറങ്ങിപ്പോയ ജിയാൻ പിന്നീട് ഉണരുന്നത് ഉപേക്ഷിക്കപ്പെട്ട ഒരു റെയിൽവേ ട്രാക്കിനടുത്തുള്ള ഭൂഗർഭ ഒളിത്താവളത്തിലാണ്. അവിടെ സിയോങ് ബോമിന്റെ മകനും കൂടെയുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് ജിൻമാനിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിക്കുന്നു. ഇതിനിടെ ബാബിലോണിൽ മുർത്തെ ഹെൽപ്പ് ഹാക്ക് ചെയ്തിട്ടും മറ്റ് കോഡുകളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ ജിയാന്റെയും ജിൻമാന്റെയും ബയോമെട്രിക് വിവരങ്ങൾ അനിവാര്യമാണെന്ന് കുസനാഗി മനസ്സിലാക്കുന്നു. ഭൂഗർഭ ഒളിത്താവളത്തിൽ സിയോങ് ബോം ജിയാനെ മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ മിൻഹെ ജീവനോടെ കിടക്കുന്നത് കണ്ട് ജിയാൻ ഞെട്ടിപ്പോവുകയാണ്.
അവൾ വെള്ളത്തിൽ നിന്ന് സ്വയം കരകയറിയതാണെന്നും പാസിന്റെ വെടിയുണ്ട ശരീരത്തിലെ നിർണായക ഭാഗങ്ങളെ തൊട്ടിട്ടില്ലെന്നും ഇപ്പോൾ അവൾ അബോധാവസ്ഥയിലാണെന്നും പൂർണ്ണമായും സുഖം പ്രാപിക്കുമെന്നും സിയോങ്ബോം പറയുന്നു. തുടർന്ന് അവൻ ഈ സ്ഥലം കോഡ് റെഡ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പോലെയാണെന്ന് വിശദീകരിക്കുന്നു. കോഡ് റെഡ്സ് അംഗങ്ങൾ ആവശ്യമായപ്പോൾ ആയുധങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ മുറിയും അവൻ കാണിച്ചു തരുന്നു. മുമ്പ് ആ മുറിയുടെ ചുമതല സിയോങ് ബോമിനായിരുന്നു. കൂടാതെ ആ മുറി പ്രത്യേക അലോയ് ഉപയോഗിച്ച് നിർമ്മിച്ച അതിശക്തമായ വാതിലാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവൻ പറയുന്നു. അതേസമയം ബാബിലോണിലെ ഹാക്കർമാർ മുർത്തെ ഹെൽപ്പിന്റെ സെർവറിൽ നിന്ന് ഡാറ്റ ചോർത്താനുള്ള ശ്രമം തുടരുകയാണ്. അപ്പോൾ ചിയോൾസ്യൂങ് വെളിപ്പെടുത്തുന്നത് അവരുടെ സെർവർ ഒരു ഇലക്ട്രോണിക് ബോംബ് പോലെ പ്രവർത്തിക്കുമെന്നും അനധികൃതമായി ആരെങ്കിലും പ്രവേശിക്കാൻ ശ്രമിച്ചാൽ മുഴുവൻ കെട്ടിടത്തിന്റെയും വൈദ്യുതി വിച്ഛേദിക്കുമെന്നും ആണ്. അതോടൊപ്പം തന്നെ ബാബിലോണിലുള്ള അവരുടെ രഹസ്യചാരൻ വൈദ്യുതി മുടങ്ങുന്ന സമയത്ത് സാറ്റലൈറ്റ് കണക്ഷൻ ഉപയോഗിച്ച് ബാബിലോണിന്റെ ഡാറ്റ ചിയോൾസ്യൂങ്ങിന്റെ സെർവറിലേക്ക് മാറ്റാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. കുസനാഗി ഫോണിലൂടെ ഈ വിവരങ്ങൾ ചെന്നിനെ അറിയിക്കുന്നു. മുർത്തെ ഹെൽപ്പിന്റെ മാനേജേറിയൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ ചെൻ അവൾക്ക് അനുമതി നൽകുന്നു. അതേസമയം അവൻ ജിൻമാന്റെ സ്ഥിതി വിവരങ്ങൾ ചോദിക്കുന്ന നിമിഷം തന്നെ മുഴുവൻ കെട്ടിടത്തിന്റെയും വൈദ്യുതി നിലയ്ക്കുകയാണ്. അന്നേ നേരം ബാബിലോണിലുള്ള അവരുടെ രഹസ്യചാരൻ സൂപ്പർ കമ്പ്യൂട്ടറിലെ കണക്ഷൻ മാറ്റുന്നു. അതുവഴി ചിയോൾസ്യൂങ്ങിന് ആവശ്യമായ എല്ലാ ഡാറ്റയും സ്വന്തം സെർവറിലേക്ക് പകർത്താൻ കഴിയുന്നു. കുറച്ചു സമയത്തിനു ശേഷം വൈദ്യുതി തിരികെ വരികയാണ്. കുസനാഗിയുടെ ആളുകൾ സെർവർ പരിശോധിക്കുമ്പോൾ അത് പൂർണ്ണമായും ശൂന്യമായതായി അവർ കാണുകയാണ്. ബാബിലോണിൽ അറ്റോർണി ജാങ് സെർവർ പ്രശ്നവും ബസ് സ്ഫോടനവും സംബന്ധിച്ച കാര്യങ്ങൾ ബാബിലോൺ ഹെഡ്ക്വാർട്ടേഴ്സിനോട് കൂടുതൽ തുറന്നു പറയേണ്ടതുണ്ടെന്ന് കുസനാഗിയോട് അഭിപ്രായപ്പെടുന്നു. അന്ന് വൈകുന്നേരം ജാങ് തന്റെ കാറിൽ കയറുമ്പോൾ പിന്നിലെ സീറ്റിൽ കെ ഇരിക്കുന്നതായി കാണുന്നു. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഭീഷണിപ്പെടുത്തിയാണ് കെ അവിടെ നിന്നും പോകുന്നത്. കെ പോയതിനു ശേഷം ജാങ് കാറിനുള്ളിൽ വിവരദായകന്റെ രഹസ്യചിഹ്നം പതിപ്പിച്ച ഒരു ഫ്ലാഷ് ഡ്രൈവ് കണ്ടെത്തുകയാണ്. മറ്റൊരിടത്ത് ക്യൂവും അവളുടെ സംഘവും ഒരു ഷോപ്പിംഗ് മാൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ജേവോണിന്റെ വാൻ എത്തുന്നതുവരെ കാത്തു നിൽക്കുകയും തുടർന്ന് രഹസ്യമായി അതിനെ പിന്തുടരുകയും ചെയ്യുന്നു. അകത്ത് കടന്ന ക്യൂ ജേവോൺ ജിൻമാനുമായി സംസാരിക്കുന്നതാണ് കാണുന്നത്. ഉടൻ തന്നെ അവിടെ ശക്തമായ ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നു. 2 മണിക്കൂറിന് ശേഷം കെ കുസനാഗിയെ ക്യൂ നടത്തിയ നടപടികളെക്കുറിച്ച് അറിയിക്കുന്നു. കെയും കുസനാഗിയും കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ പെട്ടെന്ന് ക്യൂവിന്റെ കാർ അവരുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. തുടർന്ന് കെട്ടിയിട്ട നിലയിലുള്ള ജിൻമാനെ കാറിന്റെ ഡിക്കിയിൽ നിന്ന് പുറത്തെടുത്ത് അവരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇതൊരു പ്ലാൻ ആണെന്നാണ്. അനിയനെ കൊന്നത് ജിൻമാൻ അല്ല എന്ന് മനസ്സിലാക്കിയ ക്യൂ ചിലപ്പോൾ കുസനാഗിയെ തിരിച്ചടിക്കാൻ ജിൻമാന്റെ കൂടെ നിന്നതാണെങ്കിലോ? എനിക്കങ്ങനെ തോന്നുന്നു. എന്നാൽ നിങ്ങൾക്കോ? അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.